ഹലോ. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡിസൈനിങ് വീഡിയോ ആണ്. ബട്ടർഫ്ലൈ ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പെൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് പടം വരച്ച് കൊടുത്തിട്ടുള്ളത്. മാജിക് പെന്നൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ അതുണ്ട് കേട്ടോ. പക്ഷെ ഒരു പെട്ടെന്ന് കൈ കിട്ടിയത് വെച്ചിട്ട് വരച്ചതാണേ. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കൊക്കെ ഉണ്ട് ആ പടത്തിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും മാജിക് പെന്നോ അങ്ങനെ അല്ലെങ്കിൽ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്ന പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പം അതിന് ശേഷം ഞാൻ കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. കട്ട് ബീഡ്സ് ഒന്ന് ഔട്ട്ലൈൻ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർമൽ നീഡിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ട പേളും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും ആണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ ഈ ഗോൾഡൻ ആണെങ്കിലും വൈറ്റ് പേൾ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ സൈസ് വലുത് ചെറുത് അങ്ങനെ സൈസ് എടുക്കണം കേട്ടോ. 3 സൈസായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സൈഡ് വഴി നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഗോൾഡനും അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് പേളിൻ്റെ ബീഡും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് ആ സൈഡിലെല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു കളറ് ചെയ്തതേ ഉള്ളൂ ബട്ടർഫ്ലൈക്ക്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചാകുന്ന രീതിയിൽ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡ് വഴി ഒന്ന് കവർ ചെയ്ത്, അതായത് ആ ബീഡ്സ് പൊങ്ങിയും താങ്ങിയൊക്കെ താന്നുമൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നീറ്റായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്ലൈൻ പോലെ നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് ഇപ്പം ഷുഗർ ബീഡ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പം ഞാനിവിടെ കുറച്ച് വലിയൊരു ബീഡ്സാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഔട്ട്ലൈന് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഔട്ട്ലൈൻ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പിന്നെ അകത്ത് ഫില്ല് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒന്നെങ്കിൽ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഉള്ളിൽ ബീഡ്സ് വയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ബീഡ്സ് കൊടുത്തതിന് ശേഷം ഔട്ട്ലൈൻ ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ ക്ലോത്ത് കാണാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ പേളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആങ്കറിൻ്റെ ബ്ലൂവിൻ്റെ 3 ഷെയ്ഡ് ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കോളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലോങ് ആൻഡ് ഷോർട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പം ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ആദ്യത്തെ ഒരു വരയിൽ നീഡിൽ കുത്തിയിറക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റിച്ച് മുകളിലത്തെ ആ ഒരു റോയിലേക്കായിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ചുകൂടെ ഡാർക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡ് ത്രെഡാണ് കേട്ടോ. അപ്പോൾ അത് മേളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് ലോങ് ആൻഡ് ഷോർട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഏറ്റവും സ്റ്റിച്ചിങ്ങിൽ കുറേ സ്റ്റിച്ചിങ് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പവും എന്നാൽ ഭംഗിയും തോന്നിക്കുന്ന ഒരു സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിങ്. നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലെ ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ ചെയ്യാനായിട്ടും നല്ല ഭംഗിയാണ്. ആ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഭയങ്കരമായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്ത് ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത പോലെ ഇരിക്കും കേട്ടോ. ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് പടങ്ങളൊക്കെ വരയ്ക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ത്രെഡാണെന്ന് നമ്മളത് തൊട്ട് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അത്രയ്ക്കും നമുക്ക് നീറ്റായിട്ടത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഞാൻ മുകളിലത്തെ 3 റോയിൽ ഇതുപോലെ കുറച്ചുകൂടെ നേവി ബ്ലൂ കളറിൽ ത്രെഡ് വെച്ചിട്ട് കുറച്ചുകൂടെ ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ സൈഡിൽ വന്നിട്ട് സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടി പോയായിരുന്നു. പക്ഷെ അത് ഉണങ്ങുമ്പോൾ ശരിയായിക്കോളുമല്ലോ. അപ്പം അതിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ നമ്മൾ ബീഡ്സ് വെച്ച് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കണം. ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഞാനത് എവിടെയാ പിൻട്രസ്റ്റിൽ ഈ ഒരു ഡിസൈൻ അല്ല കേട്ടോ. അത് ഫാബ്രിക് പെയിൻ്റ് ആയിരുന്നു. അതിന് ബ്ലൂ കളർ ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്യണം എന്ന് ഓർത്തിട്ട് ചെയ്താണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ആ ഒരു പിൻട്രസ്റ്റിൽ കണ്ട ആ ഒരു ഇതും ഞാൻ ചെയ്തതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എങ്കിലും ഇതിന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പക്ഷേ ആ പിൻട്രസ്റ്റിൽ കണ്ട ഒരു പിക്ചറിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അത് പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ ചെയ്തത്. അത് നമ്മൾ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ബീഡ്സ് ഒന്നും ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷോർട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ലോങ് വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് അല്ല, അപ്പോൾ അല്ലാതെ എടുത്താണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കി ഇടുകയാണ് കേട്ടോ. എന്തെങ്കിലും പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് യോക്ക് പോർഷൻ വരുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം.